ഭർത്താവ് മരിച്ചാലും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ കഴിയാൻ അവകാശമുണ്ട് കോടതി. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടാകുന്നത്. പാലക്കാട് സ്വന്തം ഭർത്താവിന്റെ മരണാനന്തരം ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉള്ള ഒരു പരിതസ്ഥിതി സൃഷ്ടിച്ച ഒരു വനിതയാണ് സ്വന്തം കുഞ്ഞുങ്ങളും താനും തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിയാനുള്ള അനുവാദം കിട്ടണം, അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നത്. അപ്പം ആ കേസിന്റെ വിധിയിലാണ് കോടതി ഇങ്ങനെ ഭർത്താവിന്റെ മരണശേഷവും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഭവനത്തിൽ കഴിയുവാൻ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഓർത്തു പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് സൽമാൻ റുഷ്ദിയുടെ വാക്കുകളാണ് അത്. ഇന്ത്യയിൽ ഒരു സ്ത്രീയായി, ഒരു ദളിതായി, ഒരു മുസ്ലിമായി ജനിക്കുന്നതിനേക്കാൾ നല്ലതാണ് പശുവായി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുസ്ലിംസ് തന്നെ വിലയിട്ടതാണ്. അദ്ദേഹം അമേരിക്കയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു, മരണ അസന്നനായി. പക്ഷെ വീണ്ടും അമേരിക്കയിലായിരുന്നത് കൊണ്ട് വീണ്ടും അദ്ദേഹം പുനർജനിച്ചു എന്നല്ല പറയേണ്ടത്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതല്ല അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. ലോകത്തെമ്പാടുമുള്ള സ്ത്രീകള് രണ്ടാം തരം പൗരന്മാരുടെ ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഒരു സ്ത്രീയായി ജനിച്ചു കഴിഞ്ഞാൽ അവൾ എങ്ങനെ വളരണം, വളർന്നു കഴിഞ്ഞാൽ അവളുടെ വിവാഹത്തിന് ശേഷം ഭർതൃഗ്രഹത്തിലെ വാസം, ഇങ്ങനെ ഒരുപാട് കെട്ടുപിണഞ്ഞതാണ് ഒരു സ്ത്രീയുടെ ജീവിതം. സത്യത്തിൽ ഒരു സ്ത്രീക്ക് വിവാഹവും ഭർത്താവും ഒക്കെ അനിവാര്യമാണ്. അത് തന്നെയുമല്ല, നീതിയുടെ വഴികളിലൂടെ സുചരിതയായിട്ട് തന്നെ അവൾ വളരേണ്ടതും, അവൾ മാത്രമല്ല അവനും അങ്ങനെ തന്നെ വളരണം. അതുകൊണ്ടാണല്ലോ, അങ്ങനെ വളരാത്തത് കൊണ്ടാണല്ലോ മൃഗതുല്യരായി സ്ത്രീകളും പുരുഷന്മാരും. നമുക്കറിയാം ഇപ്പോൾ എന്തുമാത്രം മാറ്റം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈവൻ വേഷഭൂഷാദികൾ കണ്ടാൽ പോലും നമുക്ക് ഛർദ്ദിക്കാൻ വരും. ഉദാഹരണത്തിന് ഇന്നലെ സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു. പല ടീച്ചർമാരുടെയും വേഷം കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അതായത് ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറയരുതായിരിക്കാം, പക്ഷെ എനിക്കൊരു മകൾ ഉണ്ടെങ്കിൽ ആ മകളെ ഞാൻ ആ രീതിയിൽ വസ്ത്രം ധരിക്കാൻ സമ്മതിക്കുകയില്ല. അതായത് വളരെ പുറകുവശം വളരെ താഴ്ത്തി വെട്ടിയ ബ്ലൗസ്, എന്നിട്ട് അതിൽ ഒത്തിരി കൈവേലയൊക്കെ ചെയ്തിരിക്കുന്നു. അതൊക്കെ നല്ലതാ, കൈവേല ചെയ്യുന്നതൊക്കെ നല്ലതാ. പക്ഷെ ആ താഴ്ത്തി വെട്ടല്, അപ്പൊ പിന്നെ ബ്ലൗസിന്റെ ആവശ്യമില്ലല്ലോ. അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങനെ പറയുന്നതിന്. അതായത് എൻ്റെ മകൻ തന്നെ പഠിച്ച പ്രശസ്തമായ ഒരു സ്കൂള്, ആ പ്രശസ്തമായ സ്കൂളിലെ കുട്ടികൾ, അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുട്ടികൾ സാധാരണ രീതിയിൽ ഞങ്ങളുടെ മക്കളെ മോണിറ്റർ ചെയ്യുന്നത് അവരുടെ കൂട്ടുകാരെങ്ങനെ, അവർ സംസാരിക്കുന്നത് എങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ നല്ല ആഹാരം ഒരുക്കി കൊടുക്കും വീട്ടില്. അങ്ങനെ അവരെ വിളിക്കും. അങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർ വർത്താനമൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് വീട്ടിൽ ഒരു ദിവസം ചെലവഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും അവരുടെയൊക്കെ വീട്ടിൽ അറിയിച്ചിട്ട്. ഞങ്ങളെല്ലാവരും തന്നെ നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം സംസാര മധ്യേ അതിലൊരു കുട്ടി ഒരു ടീച്ചറിനെ പറ്റി പരാമർശിച്ചപ്പോൾ ആ ബ്ലൗസ് ഇടാത്ത ടീച്ചറാണോ എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടിരുന്നു. ഞാൻ കേട്ടിട്ട് അപ്പം നടിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ അത് ഏത് ടീച്ചറിനെ പറ്റിയാണ് അങ്ങനെ റെഫറൻസ് നടത്തിയത് എന്ന്. അപ്പൊ ആ കുട്ടി എന്നോട് ഇന്ന വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് PTA മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ആ ടീച്ചറിനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടികൾ പറഞ്ഞത് അങ്ങനെ ലോ നെക്ക് എന്ന് പറയുന്ന ഒരു കഴുത്തുണ്ട്. അതായത് പുറകിൽ വെട്ടിത്താത്തി അങ്ങിട്ടിരിക്കും. അപ്പൊ പിന്നെ ബ്ലൗസ് ഇടേണ്ട ആവശ്യം തന്നെ ഇല്ല. അതുപോലെ ലോ വേസ്റ്റ് ആയിട്ട് സാരി ഉടുക്കുന്നവര്, അതൊക്കെ ഇമ്മോറലാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സദാചാര ധർമ്മം അനുസരിച്ച് വേണം നമ്മുടെ വസ്ത്രധാരണം, അല്ലെങ്കിൽ പിന്നെ വസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ കാണിച്ച് ഷോ ഓഫ് ചെയ്ത് നടക്കാനാണെങ്കിൽ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അപ്പോൾ പുരുഷന്മാർ പലപ്പോഴും മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്, വസ്ത്രധാരണ രീതി. സ്ത്രീകളാണ് ഇങ്ങനെ ഈ രീതിയിൽ
ഷോ ഓഫ് ചെയ്ത് വസ്ത്രം ധരിക്കുന്നു. എനിക്ക് വേറൊരു ഉദാഹരണം കൂടിയുണ്ട് കേട്ടോ അവിടെ പറയാനായിട്ട്. ഏത് ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ, മിടുക്കനായ ഒരു പ്രൊഫസർ, അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പോൾ ഓക്സ്ഫോർഡിൽ പോയി പഠിച്ചു വന്ന രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീച്ചർ അദ്ദേഹത്തെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ടീച്ചർ അതീവ സുന്ദരിയായിരുന്നു. അപ്പോൾ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ അവർ പറയും, ഏതാണ്ട് ആർട്സ് കോളേജിലാണ്, ആർട്സ് യൂണിവേഴ്സിറ്റി കോളേജിലല്ല, ആർട്സ് കോളേജിന്റെ വെന്റിലേഷനൊക്കെ വലിയ വെന്റിലേഷനാണ്. ഭരണകാലത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തെ പണിത കോളേജാണ്. അപ്പൊ ഇങ്ങനെ ചുറ്റും എല്ലാ പിന്നെ ജനറലുകളുടെ ഒക്കെ നിറയെ കുട്ടികളായിരിക്കുന്നു. മറ്റു ക്ലാസ്സിലെ കുട്ടികൾ വന്നിങ്ങനെ ഇരിക്കുമെന്ന്. എന്താ കാര്യം? ടീച്ചറിന്റെ സർപ്പ സൗന്ദര്യം ആസ്വദിക്കുക. അതായത് സർപ്പ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ വളവ് തിരിവുകളുള്ള സൗന്ദര്യം, ഒരു സ്ത്രീയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു കുട്ടികളുടെ താല്പര്യം. അപ്പം വേറെ വിഷയങ്ങളിൽ സയൻസ് പഠിക്കുന്ന കുട്ടികളും എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളും മുകളിലെ ക്ലാസ്സിലുള്ളവരും താഴെ ക്ലാസ്സിലുള്ളവരും ഒക്കെ ഇത് ചുറ്റും കാണും. ടീച്ചർ ബോർഡിൽ വരയ്ക്കുക, എഴുതുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ സർപ്പ സൗന്ദര്യം കാണാൻ ഈ മാഷ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് അത് നന്നായിട്ട് കത്തിയത്. അതായത് നമ്മുടെ വസ്ത്രധാരണം, ഒരു ടീച്ചർ, പ്രത്യേകിച്ചും ടീച്ചേഴ്സ് ആണെങ്കിൽ ഏത് സ്ത്രീയും ആയിക്കൊള്ളട്ടെ, അടക്കമൊതുക്കമുള്ള വസ്ത്രധാരണം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അതാണ് ഒട്ടുമില്ലാത്തത് ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയാൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതൊക്കെ പൊക്കോട്ടെ, ഇപ്പൊ നമ്മൾ കോടതി വിധിയിലേക്ക് തന്നെ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചില, അതായത് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവസരമല്ല സ്ത്രീക്ക് വേണ്ടത്. വളരെ മാന്യമായ രീതിയിൽ തത്വാധിഷ്ഠിതമായി തന്നെ ഒരു സ്ത്രീ വളരണം, ഒരു പുരുഷനും വളരണം. അങ്ങനെ വളരുന്ന സമൂഹങ്ങൾ മാത്രമേ നല്ല സമൂഹങ്ങളായി മുദ്ര കുത്തപ്പെടുകയുള്ളൂ. അങ്ങനെ വളരാത്ത ഒരു സമൂഹത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നും അതുപോലെ പോക്സോ കേസുകളും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. പോക്സോ കേസിന്റെ കാര്യം തന്നെ, ഒരമ്മ സ്വന്തം കുഞ്ഞിനെ എന്താണ് ആലുവ പുഴയിൽ വലിച്ചെറിഞ്ഞ് കൊന്ന കഥ നമ്മളിപ്പോ അടുത്ത ദിവസങ്ങളിലാണ് കേട്ടത്. അങ്ങനെയുള്ള ഒരു ലോകത്ത് അപ്പൊ ആ കുഞ്ഞിന്റെ കാര്യം തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ആ കുഞ്ഞിന്റെ കാര്യം? എന്തുകൊണ്ടാണ് ആ അമ്മ സ്വന്തം കുഞ്ഞിനെ പിന്നെ ആലുവ പുഴയിൽ എറിഞ്ഞു കൊന്നത്? ആ കുഞ്ഞിന്റെ വീട്ടിൽ തന്നെ, അതിന്റെ അച്ഛനും അമ്മയും ഒക്കെയുള്ള വീട്ടിൽ തന്നെ ആ കുഞ്ഞ് സുരക്ഷിതയല്ല. ആ കുഞ്ഞിനെ ഇനി വളർത്തിക്കൊണ്ട് വന്നാലും അവൾ സുരക്ഷിതയല്ല, അവൾ നശിച്ചു കഴിഞ്ഞു എന്ന ഒരു തോന്നൽ ആ അമ്മയ്ക്കുണ്ടായി. അതുകൊണ്ടാണ് ആ അമ്മ ആ കുഞ്ഞിനെ ആലുവ പുഴയിൽ എറിഞ്ഞു കളഞ്ഞു. പക്ഷെ അവിടെ എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായം അമ്മയോടുണ്ട്. ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ അമ്മയ്ക്ക് കഴിയുകയില്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെ മാത്രമല്ല അമ്മ കൂടി ആ കുഞ്ഞിനോടൊപ്പം ആലുവ പുഴയിലേക്ക് പോകണമായിരുന്നു, മരിക്കണമായിരുന്നു. അതാണ് ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരമ്മ, ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി ഗർഭപാത്രം കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീക്കാണ്. അനന്യമായ സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും, അതിനെ മൂടി, അതിനെ താലോലിച്ച് വളർത്തി വലുതാക്കി മാതൃക പുരുഷനോ സ്ത്രീയോ ആക്കി മാറ്റണം ഒരമ്മ. അതിനാണ് ഗർഭപാത്രം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. സർവം സഹയായ സ്ത്രീ, സർവം സഹയായ ഭൂമിയെ പോലെ സർവം സഹയായ സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഗർഭപാത്രം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കുഞ്ഞിനെ മാത്രം കൊല്ലാനല്ല. കുഞ്ഞിനെ രക്ഷിക്കാനാവില്ലെങ്കിൽ ശരി, എനിക്കും ജീവിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് അവരും ആ പുഴയിൽ ചാടി മരിക്കണമായിരുന്നു. അത് ചെയ്യാത്തിടത്തോളം അവർ കുറ്റക്കാരിയാണ്, അവർ ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാണ്. ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കേണ്ടവരാണ് അവർ. അപ്പൊ അതുപോട്ടെ, നമുക്ക് ഈ പാലക്കാട്ടെ ഇൻസിഡന്റ് ഇതിലേക്ക് വരാം. അവിടെ ഇങ്ങനെ കോടതി പറയുന്നു, അതായത് സത്യത്തിൽ കോടതി പറഞ്ഞത് ഒരുപാട് നല്ല കാര്യങ്ങൾ. അതായത് ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്, കുഞ്ഞുങ്ങളുണ്ട്, ആ സ്ത്രീ ഒറ്റയ്ക്കുമല്ല, വിവാഹം ചെയ്ത് ഭർത്താവിനോടൊത്ത് ജീവിച്ച് അവർക്ക് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ വളർച്ച, മറ്റെല്ലാം വളർച്ച മാത്രമല്ല, അവരുടെ വികസനം, അവരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ എല്ലാം സ്വാധീനിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിൽ, അച്ഛന്റെ കുടുംബത്തിൽ ജീവിക്കാനുള്ള അവകാശം അവൾക്ക് ഉണ്ടാവണം, അവളുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് കോടതി അങ്ങനെ ഇടപെട്ട് ഇങ്ങനെ സംസാരിച്ചത്. പക്ഷെ അപ്പോഴും ഒരു വലിയ പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഏത് തരം സെക്യൂരിറ്റിയാണ് ആ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ അവിടെ കിട്ടാൻ സാധിക്കുക? അതിന് കോടതി പ്രത്യേകമായിട്ട് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത സ്ത്രീധനം കൊടുത്തിരുന്നെങ്കിൽ ആ സ്ത്രീധനം എല്ലാം ഉപയോഗപ്പെടുത്തി കാണും. പിന്നെ എന്തുകൊണ്ടാണ് അവരെ വീട്ടിൽ നിന്ന് പോകണം എന്ന് ആവശ്യപ്പെട്ടത്?
അതിനൊക്കെ പരിഹാരം ആയിട്ട് കോടതി എന്തു, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ നാട് ഒരു സ്ത്രീകൾക്കും സന്തോഷമായി ജീവിക്കാൻ പറ്റുന്ന ഒരു നാടല്ലാതെയായി തീർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തിരുവനന്തപുരത്ത് തന്നെയാണ്, തിരുവനന്തപുരം കൊല്ലം ആ ഏരിയയിലാണ്. കൃത്യമായിട്ട് തിരുവനന്തപുരം ആണോ അവരുടെ നാടെന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയാണ് ഒരാളെ കടിപ്പിച്ചു കൊല്ലാൻ പറ്റുക എന്നുള്ള കാര്യം മൂർഖൻ പാമ്പിനുമായിട്ട് ബന്ധപ്പെടുന്നവര്, അവര് പാമ്പ് പിടുത്തക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച് അങ്ങനെ ഒരു മൂർഖൻ പാമ്പിനെ വിലയ്ക്ക് വാങ്ങി പല താവർത്തി ശ്രമിച്ചാണ് സ്വന്തം ഭാര്യയെ ഒരു ഭർത്താവ് കൊന്നതായിട്ട് നമുക്കറിയാം. ഈ അടുത്ത ദിവസമാണ് കൊല്ലം ജില്ലയിൽ നമ്മൾ വേറൊരു വാർത്ത കേട്ടത്. എന്താണ് ആ വാർത്ത? ഭാര്യയെ ഭർത്താവും കുടുംബക്കാരും കൂടി പട്ടിണിക്കിട്ടു കൊന്നു. ഇങ്ങനെ എന്തെല്ലാം കഥകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇവിടെ കേരളത്തിൽ നല്ല, ലോകത്ത് തന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല. അപ്പൊ അവര് സുരക്ഷിതരാകണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോടതി തന്നെ വേറെ ചില നിർദ്ദേശങ്ങൾ കൂടി കൊടുക്കേണ്ടതുണ്ട്. അത് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു സ്ത്രീ പ്രാപ്തയാവണം. അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാകണമെങ്കിൽ ഭർത്താവിന്റെ സ്വത്ത് ആ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും കൂടി കൃത്യമായിട്ട്, ഭർത്താവിന് അവകാശപ്പെട്ട സ്വത്ത് അത് സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും കൂടി എഴുതി കൊടുക്കാനുള്ള ഒരു അവസരം കൂടി കോടതി ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യമാകും. എന്നിട്ട് ഇനി അപ്പൊ സാധാരണ രീതിയിൽ കേരളത്തിലെ സ്ത്രീകൾ അത്ര മോശക്കാരൊന്നുമല്ല. സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കയ്യിൽ പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കറിയാം. ഡൈവോഴ്സ് ചെയ്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, ഒറ്റപ്പെട്ട് പിന്നെ സിംഗിൾ മദേഴ്സ് ആയിട്ടൊക്കെ ഉള്ളവരുണ്ട്. അവരൊക്കെ ജീവിക്കുന്നത് സ്വന്തം കാലിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സഹായം അതിന് ഇപ്പൊ കോടതി പറഞ്ഞിട്ടല്ല വേണ്ടത്, ഗവൺമെന്റ് തന്നെ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോ അതായത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളും മക്കളും ഒക്കെ അടങ്ങുന്ന ആ കൂട്ടരെ, അവരെ ചേർത്ത് നിർത്തി അവർക്ക് ഒരു ജീവനോപാധി കണ്ടെത്താനായിട്ട് അവർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ തരത്തിലും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സ്വന്തം കാലിൽ നിർത്തത്തക്ക രീതിയിലുള്ള ഒരവസ്ഥ സംജാതമാക്കുക. അതല്ലാതെ കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ ആ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായിട്ട് കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രം. അപ്പൊ അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റണമെങ്കിൽ അവർക്കുള്ള സ്വത്ത്, ഭർത്താവിന്റെ സ്വത്ത് വിഹിതം അവർക്ക് കിട്ടണം. അവർക്ക് അവരുടേതായ കുടുംബത്തിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടണം. അല്ലെങ്കിൽ ആ സ്വത്ത് കൊണ്ടുവന്ന് ഭർതൃഗ്രഹത്തില് ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ അതും അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കണം. അതിനൊക്കെ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ വരുന്ന സ്ത്രീകൾക്കെല്ലാം വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ സൽമാൻ റുഷ്ദി പറഞ്ഞതുപോലെ സ്ത്രീയായി ജനിക്കുന്നതിനേക്കാൾ നല്ലത് പശുവായി ജനിക്കുന്നതാണ് എന്ന ആ ചിന്ത ഒരു സ്ത്രീയെ അലട്ടാതിരിക്കുക.